ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒഡീഷ എഫ് സിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം പണ്ട് കണ്ട ഒഡീഷ എഫ് സി അല്ല ഇപ്പോൾ, വേറെ ലെവലാണ്. അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണോ സെർജിയോ ലൊബേരയ്ക്ക് വേണ്ട ആ ഒരു കാര്യങ്ങളൊക്കെ അവർ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. എന്തായാലും മറ്റൊരു ആയുധം കൂടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ സെർജിയോ ലൊബേര. ആ ഒരു ആയുധം എന്ന് പറയുന്നത് ഐസിൽ തന്നെ ഏറ്റവും മികച്ച അറ്റാക്കിംഗ് മിഡ്ഫീൽഡറെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് നമ്മുടെ ഹ്യൂഗോ ബൂമോസ് അവസാനമായിട്ട് ISL കളിച്ചത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് വേണ്ടിയാണ്. ഇടയ്ക്ക് വെച്ച് അദ്ദേഹം സീസണിൽ നിന്ന് പോയിരുന്നു. പകരം ജോണി കൗക്കയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് ആ ഒരു സ്ഥാനത്തേക്ക് വന്നത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം ഒരു ഫ്രീ ഏജൻറ്റാണ്. സോ ഉറപ്പായിട്ടും വേണമെങ്കിൽ ഒഡീഷ എഫ് സിക്ക് സ്വന്തമാക്കാവുന്ന ഒരു പ്ലെയർ തന്നെയാണ് നമ്മുടെ ഹ്യൂഗോ ബൂമോസ്. അതുപോലെ തന്നെ ബിപിൻ സിംഗിനെ മുംബൈ സിറ്റി എഫ് സി ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വലിയൊരു നീക്കം തന്നെയാണ് അവിടെയും നടക്കുന്നത്. എന്തായാലും മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൊർത്താഡ ഫാളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റാണ്. മൊർത്താഡ ഫാൾ നമുക്കറിയാം ഒഡീഷ എഫ് സി താരമായിരുന്നു. എന്തായാലും അദ്ദേഹമായിട്ട് കോൺട്രാക്ട് റിന്യൂവൽ ചെയ്യാൻ ഒഡീഷ എഫ് സിക്ക് ഇപ്പോൾ താല്പര്യമില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മിക്കവാറും മൊർത്താഡ ഫാൾ ഈ ഒരു സീസണോട് ഒഡീഷ എഫ് സി വിടാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും മുഹമ്മദ് സെസ്സി അദ്ദേഹത്തിന് ഒരു ഓഫറുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വന്നപ്പോൾ തന്നെ വമ്പൻ താരങ്ങളെ പൊക്കാനാണ് മുഹമ്മദ് സെസ്സി നോട്ടമിട്ടിരിക്കുന്നത്. എന്തായാലും ഒരു പക്ഷേ അദ്ദേഹത്തെ പൊക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും മുഹമ്മദൻസ് ടീമിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. അതായത് നമ്മുടെ ഹോർമിപ്പാം റൂവിയുടെ ഒരു സ്റ്റാറ്റ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തുവിട്ടിട്ടുണ്ട് 2023-24 സീസണിൻ്റെ. എന്തായാലും ആ ഒരു സ്റ്റാറ്റ് നമുക്കൊന്ന് നോക്കാം. അപ്പിയറൻസ് 13, 1105 മിനിറ്റ് കളിച്ചു, 47 ഡുവൽ ബാൻ ചെയ്തു, 17 ഇൻ്റർസെപ്ഷൻസ്, 17 ടാക്കിൾ, അതുപോലെ തന്നെ 11 ബ്ലോക്സ്. എന്തായാലും നല്ലൊരു സ്റ്റാർട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ ഇന്ത്യയിലെ മറ്റേതെങ്കിലും ക്ലബ്ബുകളിലാണെങ്കിൽ അദ്ദേഹം 23 മാച്ചസും കളിച്ചിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത് വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് സെൻറ്റർ ബാക്ക്, റൈറ്റ് ബാക്ക്, ഏത് പൊസിഷനിലും കളിക്കാൻ പറ്റുന്ന ഒരു താരമാണ്. അതായത് ഡിഫൻസിൽ എവിടെയും അദ്ദേഹത്തെ ഉപയോഗിക്കാൻ പറ്റും. കാരണം അത്ര ബോൾ കൺട്രോൾ, അതായത് അൻവർ അലി കൂട്ടാനുള്ളൊരു സെൻറ്റർ ബാക്കാണ് അദ്ദേഹം.